ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 17-18 വാക്യം. പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബേലിലെ ശേഷം വിദ്വാൻമാരോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരോട് ഓരോരുത്തരോടും ദാനിയേൽ സംസാരിച്ചു, വിവരം ധരിപ്പിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതത്തെ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചറിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദാനിയേലും കൂട്ടുകാരും ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ വന്നിരിക്കുകയാണ്. അവർക്ക് അവരുടെ ജീവിതാവസാനം സമാധാനമുള്ള ഒരു അവസാനമായിരിക്കണമെന്നാണ് ദാനിയേലും കൂട്ടുകാരും ആഗ്രഹിക്കുന്നത്. ദൈവമക്കളുടെ എല്ലാവരുടെയും ആഗ്രഹം അവസാന നാളുകൾ സമാധാനമുള്ളതായിരിക്കണം. നോക്കൂ, ദാനിയേൽ പ്രവചനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ വൃദ്ധനായ ദാനിയേലിനോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ്, ഇപ്പോഴോ ദാനിയേലെ നീ സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, എന്നാൽ കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം ചെയ്ത് എഴുന്നേറ്റ് വരും. നോക്കൂ, എത്ര പ്രത്യാശയുള്ള ഒരു യാത്രയായിപ്പോൾ. ഇതാണ് ദാനിയേലിൻ്റെ പ്രത്യാശ. അവൻ്റെ ജീവിതത്തിലെ സ്വപ്നം അതാണ്. അവൻ അതിനു വേണ്ടിയാണ് ഓടുന്നത്. അവൻ ബാബേലിലോ അല്ലെങ്കിൽ പേർഷ്യയിലോ യഹൂദ്യ നാടുകളിലോ എവിടെയാണെന്നുള്ളതായ വ്യത്യാസമല്ല, എവിടെയാ ദേശത്തിൻ്റെ വിഷയമല്ല ദാനിയേലിൻ്റെയും കൂട്ടുകാരുടെയും മുൻപിലുള്ളത്. അവർക്ക് നല്ലൊരു അവസാനം ഉണ്ടാകണം. എന്നാൽ അവരുടെ പ്രത്യാശയ്ക്കും ആഗ്രഹത്തിനും വിരോധമായി ഇതാ അവരൊരു വലിയ പ്രതിസന്ധിയിലെത്തിയിരിക്കുന്നു. നെബൂഖദ്നേസർ രാജാവ് ബാബേലിൽ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം അദ്ദേഹം മറന്നുപോയി. അദ്ദേഹത്തിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിടിവാശി എന്താണെന്നറിയാമോ? ഈ ദേശത്തിലെ ശകുനവാദികളും മന്ത്രവാദികളും ജ്ഞാനികളുമായിട്ടുള്ളവരെ എല്ലാവരെയും വിളിക്കുക, ഞാൻ കണ്ട സ്വപ്നം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, അത് പറഞ്ഞില്ലെങ്കിൽ അവരെ എല്ലാവരെയും കഷണമായിട്ട് മുറിച്ച് അവരുടെ ഭവനങ്ങളെ കുപ്പക്കുന്നാക്കും. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, സ്വപ്നവും അർത്ഥവും അറിയിക്കാഞ്ഞാൽ നിങ്ങളെ കഷണമായി ശകലിക്കുകയും വീടുകളെ കുപ്പക്കുന്നാക്കുകയും ചെയ്യും. വലിയ പ്രതിസന്ധി. ദാനിയേലിൻ്റെ ആഗ്രഹം സമാധാനമുള്ള ഒരു വേർപാട്. തൻ്റെ അവസാനം സമാധാനമുള്ളതായിരിക്കണം. ദൈവമക്കൾക്കെല്ലാം ഒരാഗ്രഹം, അവരുടെ അവസാനത്തിങ്കൽ പാട്ടുപാടി പ്രിയപ്പെട്ടവരെയെല്ലാം കണ്ട്, കുഞ്ഞുകുട്ടികളെയെല്ലാം കണ്ട്, മക്കളെയും കൊച്ചുമക്കളെയും കുടുംബങ്ങളെയും സഹോദരങ്ങളെയും എല്ലാ ദൈവ സാന്നിധ്യത്തിൽ ഒരു സംഗീതത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കൂടി ദൈവത്തിൻ്റെ തേജസ്സിനെ കണ്ടുകൊണ്ട് ഒരു നീതിമാൻ്റെ വേർപാട്, പ്രത്യാശയുള്ള വേർപാട്, ദൂതന്മാർ വന്ന് സംസാരിക്കുക, ഇപ്പോഴോ ദാനിയേലേ നീ പൊയ്ക്കൊള്ളുക, ഒരു നല്ല യാത്രയായിപ്പോൾ. ഇതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ആഗ്രഹം, പ്രത്യാശ. നാം അതിനുവേണ്ടിയാണ് ഈ ജീവിത വിശ്വാസത്തിൽ നിൽക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് എഴുതുകയാണ്, വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസത്തിൽ അവസാനം വരെയും നിലനിൽക്കുമ്പോഴാണ് ആത്മരക്ഷയുടെ പൂർണ്ണത നാം പ്രാപിക്കുന്നത്. അതുവരെയും പലപ്പോഴും കഷണമായി മുറിഞ്ഞു പോകാവുന്ന സന്ദർഭങ്ങൾ നമ്മുടെ മുൻപിൽ കടന്നു വരും. മാത്രമല്ല, നിങ്ങളുടെ ഭവനങ്ങളെ കുപ്പക്കുന്നാക്കുമെന്നുള്ളതായ ശത്രുവിൻ്റെ വാതുകെട്ടിയുള്ള സംസാരം. ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ദാനിയേലും കൂട്ടുകാരും പറഞ്ഞു, നമ്മളെ ദൈവം കൊണ്ടുവന്നത് ഇതിനു വേണ്ടിയല്ല. നാം ബാബിലോണിലാണെങ്കിലും പേർഷ്യയിലാണെങ്കിലും ഏത് ദേശത്താണെങ്കിലും ശരി, ദൈവമാണ് നമ്മെ ഇവിടെ കൊണ്ടുവന്നത്. നമുക്ക് നല്ലൊരു അവസാനം ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അത് നാം പ്രാപിക്കണമെങ്കിൽ എന്തു ചെയ്യണം? കൂട്ടുകാരെ, വരുവിൻ, സർവശക്തനായ ദൈവത്തോട് കരുണ ചോദിപ്പാൻ തക്കവണ്ണം നമ്മുടെ മുൻപിലുള്ളതായ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കണം? നാം ഈ ദേശത്തിലെ ശകുനവാദികളോടും മന്ത്രവാദികളോടും കൂടെ ചേർന്ന് നശിച്ചു പോകുവാനല്ല ദൈവം നമ്മെ ഈ പ്രദേശത്ത് കൊണ്ടുവന്നത്. പക്ഷെങ്കിൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ഭക്തന്മാരുടെ വേർപാട് ഈ ദേശം കണ്ട് നടുങ്ങുവാനാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇതാ ദാനിയേലും കൂട്ടുകാരും പറയുന്നു, വരുവീൻ, നമുക്ക് സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്താം. അവൻ നമ്മെ അറിയിക്കും, രഹസ്യങ്ങളെ അറിയിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, നിൻ്റെ അവസാനത്തെക്കുറിച്ചുള്ളതായ ഒരു പ്രത്യാശയുള്ള ഒരു ജീവിതമാണ് നിനക്കെങ്കിൽ നിൻ്റെ മുൻപിൽ
നിന്നെ കഷണം കഷണമാക്കുന്ന പ്രതിസന്ധികൾ ഓരോന്നായി കടന്നു വരും. ശത്രു അവസാനം വരെയും നിന്നെ കഷണിക്കുവാൻ നോക്കും. മാത്രമല്ല, നിന്റെ ഭവനത്തെ കുപ്പക്കുന്നാക്കുവാൻ അവൻ വാതുകെട്ടി പരിശ്രമിക്കും. പക്ഷെങ്കിൽ കൃപയിൽ ആശ്രയിച്ചാൽ, ദൈവശക്തിയിൽ ഊന്നി നിന്നാൽ, വിശ്വാസത്തെ മുറുകെ പിടിച്ചാൽ, നിന്റെ ദൈവം ആരെന്നുള്ളതായ ഒരു വെളിപ്പാടും ദർശനവും നിനക്കുണ്ടെങ്കിൽ മറ്റുള്ള ദൈവങ്ങളെ പോലെ അല്ല. മിസ്രൈമിലെയും ആ കൽദയ ദേശത്തിലുള്ളതായ ശകുനവാദികളെ പോലും മന്ത്രവാദികളെ പോലെയും അല്ല നീ. ജഡവാസമില്ലാത്ത ദൂതന്മാർക്ക് തുല്യനായി ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്ന ഭക്തന്മാരുടെ കൂട്ടത്തിലാണ് ദൈവം നിന്നെ എണ്ണിയിരിക്കുന്നതെങ്കിൽ, അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെയും നിന്നിൽ കൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ സ്വർഗം എപ്പോഴും ശ്രദ്ധ വെച്ചുകൊണ്ടിരിക്കും. പക്ഷെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്വം ദൈവം തന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? പ്രതിസന്ധികൾ മുൻപിൽ കടന്നു വരുമ്പോൾ വരുവീൻ, നമുക്ക് കർത്താവിൻ്റെ മുൻപിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്താം. നമ്മുടെ പദ്ധതികളെ നമുക്കറിയില്ല, ദൈവത്തിൻ്റെ പദ്ധതികളെ നമുക്കറിയില്ല. പക്ഷെങ്കിൽ നമ്മുടെ മുൻപിൽ കടന്നു വന്നിരിക്കുന്ന ഈ പ്രതിസന്ധിയെ ദൈവസന്നിധിയിൽ കൊടുക്കുമ്പോൾ അവൻ രഹസ്യങ്ങളെ വെളിപ്പെടുത്തും. ആരോടും പറയാത്ത ചില കാര്യങ്ങൾ നമ്മളോട് പറയും. ഈ രാജാവ് തരുവാൻ പോകുന്നതായ ബഹുമാനങ്ങളും പാരിതോഷികങ്ങളും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയല്ല, എന്നാൽ നമുക്ക് നല്ലൊരു അവസാനം നമുക്ക് ആവശ്യം. ഈ ജാതികളോടുകൂടെ ചേർന്ന് നശിക്കുവാനുള്ളതല്ല നമ്മുടെ ജീവിതം. ഇവിടുത്തെ മന്ത്രവാദികളെ ശിക്ഷിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെയും പേർ ചൊല്ലി വിളിച്ച് കഷ്ണം കഷ്ണമായിട്ട് മുറിക്കുവാനും നിന്റെ ഭവനത്തെ കുപ്പക്കുന്നാക്കുവാനും എഴുതപ്പെടേണ്ടതല്ല നമ്മുടെ പേര്. ദൈവം തന്നിരിക്കുന്ന നാമം, ദൈവത്തിൻ്റെ ആ മുദ്ര, ദൈവം തെരഞ്ഞെടുപ്പ്, ദൈവം വിളിച്ചിരിക്കുന്നതായ വിളി നിന്നെ മറ്റുള്ളവരെ പോലെ ആക്കുന്നതിനല്ല, വിശേഷമുള്ളതായ ഒരു ജനം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതോ കാലാവസാനത്തിങ്കിൽ നമ്മുടെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരുന്നതായ ഒരു യാത്രയയപ്പ്, സമാധാനത്തോടെയുള്ളതായ യാത്രയയപ്പ്, ഭക്തന്മാരോട് ചേർന്നുള്ളതായ ഒരു യാത്രയയപ്പ്, ദൈവത്തിൻ്റെ തേജസ് കണ്ടുള്ളതായ ഒരു യാത്ര. പ്രതിസന്ധികൾ ധാരാളം വരും. കഷ്ണം കഷ്ണമായി മുറിക്കുവാനും കുപ്പക്കുന്നാക്കുവാനുള്ളതായ ഓർഡറുകൾ ഈ ലോകത്തിൽ ധാരാളം ഉണ്ടായേക്കാം. പക്ഷെങ്കിൽ നീ ദൈവഭക്തനാണെങ്കിൽ, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണെങ്കിൽ, ദൈവമാണ് നീ ചില സ്ഥാനങ്ങളിൽ നിന്നെ കൊണ്ടുപോയിരിക്കുന്നുള്ളതായ ഒരു ബോധ്യം നിനക്കുണ്ടെങ്കിൽ, അവിടെ ദൈവത്തിൻ്റെ ശക്തി നിന്നെ രക്ഷിപ്പാൻ കടന്നു വരും. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ അവസാനമോ ആ ദേശത്തിലെ കൽദയ ദേശത്തിലെ വിദ്വാൻമാരെ പോലെയല്ല, ശകുനവാദികളെ പോലെയല്ല. ഇപ്പോഴോ മകനെ, എൻ്റെ ദാസനെ, നീ ഏറ്റവും പ്രിയപ്പെട്ടവനാകിയാൽ നീ പോയിക്കൊള്ളുക. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന വാക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കുവാനുള്ളതായ ഒരു ഭാഗ്യം, അങ്ങനെയുള്ളതായ ഒരു ഭാഗ്യം നമ്മളിൽ കൂടെ ദൈവം വെളിപ്പെടുത്തി കാണിക്കുമ്പോൾ ദേശത്തിലെ ശകുനവാദികളും മന്ത്രവാദികൾക്കിടയും മുൻപിൽ ദൈവം വലിയൊരു തീ അയക്കും. എന്താണെന്നറിയാമോ? അവരും നമ്മളും തമ്മിലുള്ളതായ വ്യത്യാസം അവർ തിരിച്ചറിയും. അവരുടെ അവസാനവും നമ്മളുടെ അവസാനവും തമ്മിൽ ഒന്നല്ല എന്ന് ലോകത്തിൻ്റെ മുൻപിൽ ദൈവം എഴുതി കാണിക്കും. ഭക്തന്മാരുടെ മരണം തേജസ്സേറിയ മരണം, പ്രത്യാശയുള്ള മരണം, ജീവനുള്ള മരണം, ജീവനിലേക്കുള്ള യാത്ര. എത്ര പേർക്ക് അത് ലഭിക്കും? ഇന്ന് ലോകത്തിൽ മരണം മനുഷ്യനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവ്. എങ്ങനെയുള്ള മരണമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? എങ്ങനെയുള്ള ഒരു വേർപാടാണ് നാം ആഗ്രഹിക്കുന്നത്? നമ്മുടെ വയസ്സോ, നമ്മളായിരിക്കുന്ന സ്ഥാനമോ, നമ്മുടെ മഹത്വമോ, ലോകം തരുന്നതായ ബഹുമതിയോ, ലോകം തരുന്നതായ സ്ഥാനമോ, ഇതൊന്നുമല്ല. അവസാനത്തിങ്കൽ ദൈവത്തിൽ നിന്നൊരു വാക്ക്, എൻ്റെ പ്രിയനായ, എനിക്ക് ഏറ്റവും ഇഷ്ടനായ ദാനിയേലേ, ഇപ്പോൾ നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, അവസാനമായി കേൾക്കുവാനുള്ള ഭാഗ്യം, അതാണ് വിശ്വാസത്തിൻ്റെ അന്ധമായ ആത്മരക്ഷ. ആ ഒരു പ്രത്യാശയുടെ താഴ്വരയിലേക്ക് ദൈവം പരീക്ഷകളുടെയും പ്രതിസന്ധികളുടെയും അനേക പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ ദൈവജനത്തെ ഈ നാളുകളിൽ നിലനിർത്തി തൻ്റെ തേജസ്സിനെ കാണുവാൻ ഭാഗ്യമുള്ളവരാക്കി തീർക്കുവാൻ ഈ വചനങ്ങൾ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലെസ് യു.